മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിച്ചതിന് പിന്നാലെ പലസ്തീൻ തടവുകാരെ വിട്ടയച്ച് ഇസ്രയേലും. തടവുകാരെ വെസ്റ്റ് ബാങ്കിലെ റമല്ലയിലെത്തിച്ചു. ഇതിനിടെ ഇസ്രയേൽ പാർലമെന്റിൽ പരസ്പരം പുകഴ്ത്തി ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും. ട്രംപിന് നേരെ പാർലമെന്റിൽ പ്രതിഷേധവും ഉയർന്നു. കർച്ചീഫ് ഉയർത്തി മുദ്രാവാക്യം മുഴക്കിയ പ്രതിനിധിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്താക്കി. ഇതിനിടെ ട്രംപിനൊപ്പം നെതന്യാഹു ഈജിപ്തിലേക്ക് പോകില്ല എന്ന് സ്ഥിരീകരിച്ച് ഇസ്രയേൽ. റെഡ് ക്രോസിന്റെ ബസ്സുകളിൽ റമല്ലയിൽ എത്തിച്ച പലസ്തീൻ തടവുകാർ പുഞ്ചിരിയോടെ ഇറങ്ങിവരുന്ന ദൃശ്യങ്ങളാണ് വെസ്റ്റ് ബാങ്കിൽ നിന്നും പുറത്തുവരുന്നത്. ജീവനോടെയുള്ള 20 ബന്ദികളെയും ഹമാസ് വിട്ടയച്ചതിന് പിന്നാലെയാണ് 2000-ഓളം വരുന്ന തടവുകാരെ മോചിപ്പിക്കാനുള്ള പ്രക്രിയ ഇസ്രായേൽ ആരംഭിച്ചത്. വർഷങ്ങൾ നീണ്ട യുദ്ധത്തിനു ശേഷം മധ്യേഷ്യയിൽ സമാധാനത്തിന്റെ പുലരി വരികയാണെന്ന് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അസാധാരണമായ ധൈര്യവും ദേശസ്നേഹവുമുള്ള പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നായിരുന്നു ട്രംപിന്റെ പ്രശംസ. അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട് മാത്രമാണ് ഹമാസ് വെടിനിർത്തലിന് തയ്യാറായത്. 8 മാസത്തിനിടയ്ക്ക് താൻ അവസാനിപ്പിക്കുന്ന 8ാമത്തെ യുദ്ധമാണിത് എന്നും ട്രംപ് അവകാശപ്പെട്ടു. ട്രംപ് ഇസ്രായേലിന്റെ മഹാനായ സുഹൃത്താണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇത്ര വേഗം ലോകത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ നെതന്യാഹു ഇസ്രായേൽ പരമോന്നത ബഹുമതി ഇസ്രായേൽ പ്രൈസ് ട്രംപിന് നൽകുമെന്നും പ്രഖ്യാപിച്ചു. ഗസയെ പുനർനിർമ്മിക്കുന്നതിൽ താൻ മുഖ്യ പങ്കാളിയാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപിനൊപ്പം നെതന്യാഹുവും ഈജിപ്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.